അടുത്ത പടി, അടുത്ത പടി, അടുത്ത പടി എന്ന് പറഞ്ഞാൽ 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 10ാം ക്ലാസ്, ഇങ്ങനെ പടിപടിയായിട്ട് കയറണം. അപ്പോൾ ആദ്യത്തെ പടി എന്താ? കഷ്ടത. ആ പടി കയറിയാൽ സഹനശീലം. ആ പടി കയറിയാൽ സഹനശീലം. സഹനശീലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കിട്ടുന്നു? ആത്മധൈര്യം. ആത്മധൈര്യം. ഇതാണ് നമുക്ക് വേണ്ടത്, ആത്മധൈര്യം. അപ്പോൾ ആത്മധൈര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടണം? ഈ പടി കയറണം. കഷ്ടത, സഹനം. സഹനമില്ലാണ്ട് സഹനശീലമാവില്ലല്ലോ. സഹനശീലം ശീലമായി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അതങ്ങ് സ്വീകരിച്ചു. അത് നമുക്ക് ദിവസത്തിൻ്റെ എല്ലാ ദിവസത്തെ നാട്ടു നടപ്പാണത്. അത് നമുക്ക് നല്ല സ്വീകാര്യമാണ്. അതില്ലെങ്കിൽ നമുക്ക് പ്രയാസമുള്ളൂ. കഷ്ടത, സഹനശീലവും, സഹനശീലം, ആത്മധൈര്യം, ആത്മധൈര്യം, പ്രത്യാശ. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നിസ്സാര കാര്യത്തിനോട് ഞാൻ തൂങ്ങിച്ചാവും, ഞാൻ നശിപ്പിക്കും, ഞാൻ ദേ കുളത്തിൽ പോയി, ഇന്നലെ ഒരു പെണ്ണ് ഞാൻ ദേ കുളത്തിൽ പോയി ചാടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വീട്ടിൽ നിന്ന് പോലെ എണിക്കാൻ പോലും ശക്തിയില്ല, പിന്നെ നീ എവിടെ പോയാൽ ചാടാൻ പോണേന്ന് പറഞ്ഞു. ആ നിരാശ കൊണ്ട് പറയണതാണേ. അങ്ങനെയുള്ളവർ വിളിക്കുമ്പോൾ ഞാൻ ഉടനെ എടുക്കും ഫോൺ. ഞാൻ പറയും നീ നിരാശപ്പെടരുത്, ദൈവം നിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിരാശ ഉണ്ടാവുന്നത്? നിരാശ ഉണ്ടാവുന്നത് നമ്മൾ ഒരു ഫാൾസ് ഹെവനാണ്, ഒരു സ്വപ്ന ലോകത്തിൽ, ഒരു എല്ലാം മനോഹരമായിട്ട് ഭംഗിയായിട്ട് നടക്കുന്ന ഒരു ജീവിതത്തെ ഒരു സഹനമില്ലാതെ, കഷ്ടതയില്ലാതെ, ദുരിതമില്ലാതെ. ചില അമ്മമാർ പറയും, ചില അപ്പന്മാർ, ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ്. അതേമാതിരി നിങ്ങൾക്ക് ഉണ്ടാവരുന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം മേടിച്ചു തരാം, വല്ല പ്രയോജനമുണ്ടോ? ഇതാണ് ഇന്നത്തെ ഒരവസ്ഥ. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ എനിക്കൊരു ചെരുപ്പ് മേടിച്ചു തന്നിട്ടില്ല. 4 കിലോമീറ്റർ ടാറിടാത്ത റോഡിൽ കൂടി നടന്നാണ് പോയിരുന്നത് അന്നത്തെ കാലം. അപ്പോൾ കാല് വേദന അടിച്ചിട്ട് ഞാനൊരു ദിവസം അപ്പനോട് പറഞ്ഞു, എനിക്കൊരു ചെരുപ്പ് മേടിച്ച് തരാമോ? അപ്പൻ പറഞ്ഞു, അപ്പനൊരു ഹെഡ്മാഷായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു, മോനെ നിൻ്റെ ക്ലാസ്സിൽ എത്ര പേർക്ക് ചെരുപ്പുണ്ട്? ആർക്കുമില്ല ചെരുപ്പ്. അപ്പോൾ ഞാൻ നിനക്കൊരു ചെരുപ്പ് മേടിച്ച് തന്നാൽ, മേടിച്ച് തരാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, മേടിച്ച് തന്നാൽ എല്ലാ കുട്ടികൾക്കും അതൊരു മോഹമായിട്ട് മാറും. ഏത് കാലിച്ചോ ഇങ്ങനെ ഇന്ന് ആരെങ്കിലും നമ്മൾ ചിന്തിക്കുമോ? ഞാൻ നിനക്കൊരു ചെരുപ്പ് മേടിച്ച് തന്നാൽ മറ്റുള്ള എല്ലാ കുട്ടികളും അത് കണ്ടിട്ട് അവരുടെ അപ്പനോട് പോയി ചെരുപ്പ് മേടിച്ച് തരാൻ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് മേടിച്ച് കൊടുക്കാൻ പറ്റില്ലെന്ന് വരും. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിയട്ടെ, നീ കോളേജിൽ കയറുമ്പോൾ ഞാൻ മേടിച്ചു തരാം. പെരുന്നാളിന് ഒരു പടക്കം പൊട്ടിക്കണമെന്ന് പറയുമ്പോൾ പടക്കം പൊട്ടിക്കും. ഈ അടുത്ത വീട്ടിൽ അവർ കഞ്ഞി കുടിച്ചോന്ന് നിനക്കറിയോ? അവർക്ക് കഞ്ഞി കുടിക്കാൻ പോലും കാശില്ലാതിരിക്കുമ്പോൾ നമ്മളിവിടെ പടക്കം പൊട്ടിക്കണത് എന്തർത്ഥമാണ്? പക്ഷേ നിരാശ ഒന്നും തോന്നിയില്ല, അതിനകത്ത് എന്തോ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നി. അത്രയും നമ്മളിപ്പോൾ അയൽവക്കക്കാരുടെ വീട്ടിൽ കഞ്ഞി കുടിക്കുന്ന കാര്യമൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ എങ്കിലും ആ ആശയം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴമായിട്ടുണ്ട്. അതല്ലേ ക്രിസ്തീയതയുടെ. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മൾ പെരുന്നാളിന് എത്ര ലക്ഷം രൂപയുടെ പടക്കം പൊട്ടിക്കുന്നു. ഇതൊക്കെ കർത്താവിന് ഇഷ്ടമുണ്ടോ? ഇപ്പം നിർത്തലാക്കിയല്ലേ? വെരി ഗുഡ്. അപ്പോൾ സാവധാനം വളരുന്നുണ്ട് നമ്മൾ. എനിവേ, അപ്പം നമ്മൾ പറയുന്നത് കഷ്ടത, നമ്മുടെ മക്കൾ തന്നെ കഷ്ടപ്പെടണം. അവർ കഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. എന്തിനാ കഷ്ടപ്പെടണേ? കഷ്ടത സഹനശീലം ഉണ്ടാക്കും. അവർക്ക് ആഗ്രഹിക്കുന്നതെല്ലാം മേടിച്ചു കൊടുത്ത് സുഖസമുദ്രിയിലുള്ള ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. പ്രാർത്ഥനയുടെ ഒരു ഡയറക്ഷനാണ് ഈ പറയുന്നത്. അങ്ങനെ സുഖസമൃദ്ധിയിലാണെങ്കിൽ, കഷ്ടത ഇല്ലെങ്കിൽ, സഹനശീലമില്ലെങ്കിൽ, ആത്മധൈര്യമില്ലെങ്കിൽ എന്തുണ്ടാകും? നിരാശയുണ്ടാകും.
അതാണ് ഒരുപാട് ആളുകളുടെ നിരാശയുടെ കാരണം. ഇതൊക്കെ എന്തിനാണാവോ പറഞ്ഞ ഞാൻ? ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ട, നമ്മൾ പ്രാർത്ഥിക്കണ എന്തിനാണ്? ഇപ്പോൾ അധികവും കഷ്ടത ഒഴിവാക്കാൻ. ഓരോരുത്തർ വന്ന് അവരുടെ കഷ്ടത പറയും, ഞാൻ പ്രാർത്ഥിക്കട്ടെ, അത് മാറും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? അങ്ങനെ പ്രാർത്ഥിച്ച് മാറ്റിയിട്ട് എന്താ പ്രയോജനം? എന്താണ് അവരെക്കുറിച്ച് ദൈവഹിതം? ഈശോ പറഞ്ഞിരിക്കുന്നത്, ടേക്ക് അപ്പ് യുവർ ഓൺ ക്രോസ് ഡെയിലി. നിൻ്റെ സ്വന്തം കുരിശ് അനുദിനം എടുക്ക്, എന്നിട്ട് എൻ്റെ പുറകെ വരിക. കുരിശ് തന്നവരുടെ പുറകെ പോകാനല്ല പറയണേ. നമ്മൾ സാധാരണ അവൻ എന്നെ അങ്ങനെ പറഞ്ഞു, പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇയാളുടെ കൂട്ടില്ല. കണ്ടോ, കുരിശ് തന്ന ആളോട് കുറിച്ച് വഴക്ക് പറയാം. ടേക്കാം, അയാൾ നിനക്ക് കുരിശ് തന്നുവെങ്കിൽ അതെടുത്തിട്ട് യേശുവിൻ്റെ പിന്നാലെ. അപ്പോൾ ഓക്കെ, നമുക്കിപ്പോൾ സാംശീകരിക്കാം. ഭക്ഷണം കഴിക്കാൻ സമയമായി. മറിയം മാതാവ്, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മാതാവ്, സ്വന്തം മകനെ ദൈവഹിതമനുസരിച്ച് കൺമുമ്പിൽ വെച്ച് കൊല്ലുന്നത് കണ്ടു നിൽക്കുന്ന ഒരമ്മ. ജോൺ പോൾ രണ്ടാമൻ പറയുന്നത് ഇതാണ്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വീരോചിതമായ പ്രകടനം. വീരോചിതം, ഹീറോയിക് ഫെയ്ത്ത് എന്ന് പറയും. വീരോചിതം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഫസ്റ്റ് ബ്രാൻഡ്, ഒരു സാമ്പിളാണത്. അതുപോലെ ഉള്ള സഹനത്തിൽ ആത്മധൈര്യത്തോടെ നിൽക്കാൻ സാധിക്കുന്ന ഒന്നാണ് ക്രിസ്തീയ വിശ്വാസം. അതാണ് അതിൻ്റെ സാമ്പിൾ, ഫസ്റ്റ് ക്യാരറ്റ്. അപ്പം മറിയം മാതാവിനോട് നമ്മൾ നൊവേനയൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ ഈ ഒരു കാര്യം വിടരുത്. മാതാവിനെ അനുകരിക്കുക. കഷ്ടത, സഹനശീലം, ആത്മധൈര്യം, പ്രത്യാശ. ഈ പ്രത്യാശ നമ്മളെ ഒരിക്കലും നിരാശരാക്കുകയില്ല. നമുക്കൊന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്നിൽ വസിക്കുന്ന യേശുവേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, അങ്ങയുടെ ഹിതം എന്നിൽ പൂർത്തിയാകണമേ. അങ്ങയുടെ ഹിതത്തിന് ഞാൻ വിട്ടുതരുന്നു. അങ്ങയുടെ ഹിതം പൂർത്തിയാകണമേ, എൻ്റെ ഹിതമല്ല. ഒന്ന് സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച്, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ ദൈവഹിതമനുസരിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ദൈവഹിതമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. സങ്കീർത്തനം 27. കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവനവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. എല്ലാവരും കൂടി ഒന്നുകൂടി ആദ്യം മുതൽ പാടാം.
ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടുത്തെ ഹിതമാരായാലും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. മൗനമായ ഒരു നിമിഷം ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ നമ്മളോട് എന്താ സംസാരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. നിൻ്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് സംസാരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവസ്വരം ശ്രവിക്കാം. ഇങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കതകടച്ച് കുറച്ച് സമയം ഭക്ഷണം കഴിച്ചിട്ട് ചാപ്പലിലോ എവിടെയെങ്കിലും ഇരുന്നിങ്ങനെ സ്വരം ശ്രവിക്കുന്നതിനായിട്ട് ദാഹിക്കുക. അപ്പോൾ ദൈവസ്വരം ശ്രവിക്കും, ദൈവം നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഭക്ഷണം കഴിച്ച്